ഹായ് ഓൾ. അപ്പോൾ ഇന്നലെ നമ്മൾ അനാലിസിസ് വീഡിയോയിൽ വ്യക്തമായി പറഞ്ഞിരുന്നു, ഒന്നെങ്കിൽ സൈഡ് വേസ് ആയിരിക്കും അല്ലെങ്കിൽ ഡൗൺ ട്രെൻഡ് ആയിരിക്കും. അപ്പ് സൈഡിലേക്ക് മാർക്കറ്റ് പോവുകയാണെങ്കിൽ ആ ട്രേഡ് എടുക്കുന്നില്ല എന്ന് ഞാൻ വ്യക്തമായി പറഞ്ഞിരുന്നു. അപ്പോൾ രാവിലെ തന്നെ നല്ലൊരു അപ്പ് ട്രെൻഡ് കാണിച്ചിരുന്നു. ആ ട്രേഡ് ഞാൻ എടുത്തിട്ടില്ല. അതിനുശേഷം രണ്ടാമത് നമ്മൾ റെസിസ്റ്റൻസ് ലെവൽ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോയി വീണ്ടും ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് താഴേക്ക് വന്നപ്പോൾ ആ സപ്പോർട്ടായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ആ സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് താഴേക്ക് വന്നപ്പോൾ ഏകദേശം 11-10 നമ്മൾ ഏകദേശം ട്രേഡ് എടുത്തത്. അത് നല്ലൊരു പ്രോഫിറ്റിലാണ് ഇറങ്ങിയത്. രണ്ടാമത് ട്രേഡിന് വേണ്ടി നിന്നിട്ടില്ല. പിന്നെ വീണ്ടും ഒരു അപ് ട്രെൻഡ് കാണിച്ചിരുന്നു. നമ്മൾ ആ ട്രേഡ് എടുത്തില്ല. കാരണം അപ് ട്രെൻഡിലേക്ക് എങ്ങനെ പോകുന്നുള്ളത് ഒരു കോൺഫിഡൻസ് ഇല്ലാത്തതുകൊണ്ട് ആ ട്രേഡ് നമ്മൾ എടുക്കാണ്ട് ഒഴിവാക്കിയാണ് ചെയ്തത്. ഓക്കെ, പിന്നെ നമുക്ക് നാളത്തെ കുറച്ച് ലെവലുകളൊന്ന് നോക്കാം. നാളത്തെ നിഫ്റ്റിയിൽ പ്രധാനപ്പെട്ട ലെവലുകൾ പറഞ്ഞാൽ 24,600 ഒരു പ്രധാനപ്പെട്ട ലെവലാണ്. പിന്നെ 24,500 മുതൽ 530 വരെ ഒരു പ്രധാനപ്പെട്ട ലെവലാണ്. ഈ രണ്ട് ലെവലാണ് ഡൗൺ സൈഡിലേക്ക് നോക്കുന്നത്. മുകളിലേക്ക് നോക്കുന്നത് 24,700 മുതൽ 730 വരെ. അതിന് മുകളിൽ 24,850. ഈ 4 ലെവലുകൾ മാത്രമേ നാളെ നിഫ്റ്റിയിൽ നോക്കുന്നുള്ളൂ. അതായത് ഒന്നാമത് നാളെ എക്സ്പയറി ആയതുകൊണ്ട് അതിൻ്റേതായ ഒരു ടൈറ്റ് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ 4 ലെവലുകൾ മാത്രമേ ഞാൻ നോക്കുന്നുള്ളൂ നാളെ പ്രധാനമായിട്ട്. ബാക്കി ട്രേഡുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, നാളത്തെ ഓൺ ടൈമിൽ നമുക്ക് നോക്കാവുന്നതാണ്. ഓക്കെ, ബാങ്ക് നിഫ്റ്റിയിലും നാളത്തെ ഈ 2 ലെവലുകൾ മാത്രമേ പറയുന്നുള്ളൂ, ഒന്ന് ഡൗൺ സൈഡിലേക്ക് ഒന്ന് അപ്പ് സൈഡിലേക്ക്. അത് നോക്കിയിട്ടായിരിക്കും നാളത്തെ ട്രേഡൊക്കെ എടുക്കുക. അപ്പോൾ 54,200 മുതൽ 250 വരെ ഒരു ലെവല്, പിന്നെ 54,700 മുതൽ 750 വരെ ഒരു ലെവല്. ഈ 2 ലെവലുകൾ നോക്കിയിട്ടായിരിക്കും നാളത്തെ ബാങ്ക് നിഫ്റ്റി ട്രേഡ് എടുക്കുന്നുണ്ടെങ്കിൽ എടുക്കുക. കാരണം 2 എക്സ്പയറി ആയതുകൊണ്ട് നമുക്ക് അതിൻ്റേതായ ഒരു ഇതുണ്ട്. അപ്പോൾ അതുകൊണ്ട് ചെറിയൊരു റിസ്ക് ഉണ്ട്. അപ്പോൾ അത് നോക്കിയിട്ടായിരിക്കും നാളത്തെ ട്രേഡുകളൊക്കെ എടുക്കുക. അപ്പോൾ നിങ്ങളൊന്ന് ഗ്രൂപ്പ് ഒന്ന് നോക്കിക്കോളൂ. നാളെ എന്തായാലും ഞാൻ ഗ്രൂപ്പിലുണ്ടാവും. ആ ഗ്രൂപ്പിൽ മാത്രമേ ഇനി എന്തെങ്കിലും നാളത്തെ ട്രേഡ് എന്തെങ്കിലും അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. കാരണം നാളത്തെ ഒരു അവസ്ഥ അങ്ങനെയാണ്. അപ്പോൾ നാളെ നമുക്ക് ഗ്രൂപ്പിൽ കാണാം. ഓക്കെ.